12ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മർജാൻ ആദേശിന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. നീ എന്തിനാ ഇതിനകത്ത് കയറിയേ? ഇനി എന്നാലുള്ള സ്നേഹം മൂത്ത് എന്നെ മനസ്സിലാക്കാൻ വല്ലതും കയറിയതാണോ? പിന്നെ ഒലക്ക, നിനക്ക് വേണം ഞാനെന്തിനാ വെറുതെ എൻ്റെ സമയം മെനക്കെടുത്തുന്നേ? പിന്നെ ഇത് ഞാനും കൂടെ താമസിക്കുന്ന വീടാ, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇതേപോലെ കയറി ഇറങ്ങാം. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവൻ വിട്ടില്ല. നിൽക്ക്, അതല്ലല്ലോ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. നീ വിഷയം മാറ്റാതെ കാര്യം പറയ്. ആട്ടെ, എവിടെ നിന്ന് കിട്ടി നിനക്ക് ഇതിൻ്റെ കീ? എൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേ നീ? ഇപ്പം നീ കക്കാനും തുടങ്ങിയോ? ഈ മുറി കയറി പോരെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അത് എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനം ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ അത് നോക്കി വന്നതാ. ബാക്കി എല്ലായിടത്തും ഞാൻ നോക്കി. ഇനി ഇവിടെയും കൂടെ നോക്കാനുള്ളൂ. ആഹാ, നല്ല ന്യായീകരണം. എന്നെ കണ്ടിട്ടൊരു മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്താ നിന്റെ കയ്യിൽ? കാണിക്ക് എന്ന് പറഞ്ഞ ആദിഷ് അവളുടെ കൈ ബലം പിടിച്ച് നോക്കി. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് പോവാലോ? മാറി നിൽക്കേ, ഞാൻ പറഞ്ഞു തീർത്തിട്ട് നീ പോയാൽ മതി. ഇതിനെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. അതെല്ലാം മൂളി കേട്ട് അവൾ അവിടെ നിന്ന് ചാടി ഇറങ്ങി. ആ ഫോട്ടോ അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഓർഫണേജിലാണ് അവൻ വളർന്നേ. കയ്യിൽ കിട്ടിയ ഫോട്ടോയും കണ്ട് ഒട്ടും താമസിക്കാതെ അതിൻ്റെ പുറകെ ഓടിച്ചാടി പുറത്തിറങ്ങുന്ന മർജാനെ കണ്ട ആദേശിന് എന്തോ ഒരു പന്തികേട് മണത്തു. ഇതിനി എങ്ങോട്ടാ? ഭയങ്കര ധൃതി പിടിച്ച് കണ്ണു മൂക്കൊന്നുമില്ലാതെ ഓടിച്ചാടി കൃത്യമായവൾ ആദേശിന്റെ ദേഹത്ത് തന്നെ തട്ടി നിന്നു. എങ്ങോട്ടാ രാവിലെ ഇത്ര തിരക്കിട്ട്? അതൊന്നും നീ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അതെ വൈഫി, ഭർത്താവ് അറിയാതെ ഇങ്ങനെ പുറത്തു പോകുന്നത് മോശമാണ് കേട്ടോ. ആൾക്കാർ ചോദിച്ചാൽ ഞാനെന്ത് പറയും? വൈഫെന്ന് കേട്ടപ്പോൾ മർജാൻ സ്വിച്ചിട്ട പോലെ നിന്നു. അതെ, നിർഭാഗ്യവശാൽ ഞാൻ നിന്റെ വൈഫാണ്, അല്ലാതെ സ്ലേവ് അല്ല. പക്ഷെ നീ എടുക്കുന്ന സ്റ്റെപ്പ് എല്ലാം തെറ്റാണല്ലോ. സ്വന്തം റൂമിൽ നിന്ന് തന്നെ മോഷ്ടിക്കുക, കയറരുത് എന്ന് പറഞ്ഞ റൂമിൽ കയറുക. അതെ, ഞാൻ ഇപ്പോഴും നിന്റെ പുറകെ തന്നെയാ. നീ ഞങ്ങളെ നൊളിപ്പിക്കുന്ന നിന്റെ പാസ്റ്റിന്റെ പുറകെ തന്നെ. ഇപ്പൊ സന്തോഷമായോ? ഇനി പ്രിയപ്പെട്ട ഭർത്താവ് ഒന്നുകൂടെ മനസ്സിൽ വെച്ചോ. ഞാൻ നിന്റെ പാസ്റ്റിന് ഇതുവരെ പിടിവിട്ടിട്ടില്ല, ഇനി പിടിവിടാനും പോകുന്നില്ല. എല്ലാം ഞാൻ ഉടനെ കണ്ടുപിടിക്കും, നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ എന്ന് പറഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഇട്ട് പോകാൻ തുടങ്ങി മർജാനെ അവൻ പിടിച്ചു നിർത്തി. ശരി വാ, എന്നാ നമുക്ക് ഒന്നിച്ചു പോവാം. അവൻ പറഞ്ഞ പാടെ എന്തുദ്ദേശത്തിലാണെന്നറിയില്ല. മർജാൻ ചാടിത്തുള്ളി അവൻ്റെ കാറിൽ കയറി. യസാർ എന്താണേലും പെട്ടിരിക്കുകയാണ്. നസീർ ആവശ്യപ്പെട്ട ഫയൽസ് കൊടുക്കാതെ യസാറിന് അവൻ ഒരു സൗകര്യവും കൊടുക്കുന്നില്ല. ഈ സമയം മുറാത്തിന്റെ സാധനങ്ങളൊക്കെ മുറിയിൽ നിന്ന് മാറ്റാനായി അസ്ലിയിൽ ഓർഡർ കിട്ടിയിരിക്കുന്നത് ബറാത്തിനാണ്. സെർവൻസ് ആയതുകൊണ്ട് ഒന്നും തിരിച്ചു പറയാതെ അവരെന്തു പറയുന്നത് അനുസരിക്കുക എന്നതേ ഇവർക്ക് നിവർത്തിയുള്ളൂ. അടുത്ത സീനിൽ മർജാനും ആദേശം നേരത്തെ തീരുമാനിച്ച പോലെ ഒരു കഫേയിൽ ഐസേൽ എന്നൊരു പുള്ളിക്കാരിയെ കാണാനാണ് വന്നിരിക്കുന്നത്. ആദേശ്, നീ ഒരുപാട് മാറിപ്പോയി. ആദേശിനെ കണ്ടപാടെ അവർ പറഞ്ഞു. ഒരുപാട് സന്തോഷം, ആന്റി എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നിന്റെ ഈ കണ്ണുകൾ എവിടെ കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ സമയം മർജാനാണെങ്കിൽ ഇവർ ഇത്രയും കമ്പനിയാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അടുത്ത സീനിൽ ഹൈദർ വളരെ ആലോചിച്ച് ആദേശിന്റെ വായിൽ ചെന്ന് കയറി കൊടുക്കാൻ പോവാണ്. അതായത് ദിവസങ്ങൾ നീണ്ടുള്ള ആലോചനയ്ക്കിടയിൽ അയാൾ സാഹിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഇത് കേട്ട് സാഹിൻ ഹൈദറിനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ഇനി ബാല്യകാല സുഹൃത്തിനെ വോൺ ചെയ്യാതെ ചതിച്ചു എന്ന് പറയരുതല്ലോ. നമ്മൾ ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട്. അവസാനം 7 വർഷങ്ങൾക്ക് മുൻപ് ഓർഫനേജിൽ വെച്ച് ഡൊണേഷൻ തരാൻ വന്നപ്പോൾ കണ്ടതാണ്. അത്രയും വലിയൊരു എമൗണ്ട് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ. അതുപോട്ടെ, നിങ്ങൾ എന്തിനാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേട്ട ആദിഷ് മർജാനെ നോക്കി പറഞ്ഞു. മടിക്കണ്ട, എന്താന്ന് വെച്ച് ചോദിച്ചോ. ആൻറ്റി, നിങ്ങൾക്ക് ഈ ഫോട്ടോയിനെ കുറിച്ച് അറിയാമോ? ആദേശ്, ദേ നോക്ക്, ഇത് നീയാ. ഒരുപാട് മാറിയല്ലോ നീ ആദ്യമായി ഓർഫനേജിൽ വന്ന ദിവസം എനിക്ക് ഇന്നും നല്ലപോലെ ഓർമ്മയുണ്ട്. നിന്റെ കണ്ണിലുണ്ടായിരുന്ന ആ പക. ഒരുപാട് നാളത്തേക്ക് അവൻ ഭക്ഷണം വെള്ളം ഒന്നും കഴിച്ചിട്ടില്ല, ആരോടൊന്നും മിണ്ടിയിട്ടുമില്ല. ഇത് കേട്ട് വിഷമിച്ച് മർജാൻ ഒരു നിമിഷം വന്ന കാര്യം തന്നെ മറന്നുപോയി. നിന്റെ രഹസ്യങ്ങൾക്ക് പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ ഒരു കാര്യം എന്നെ ബോധർ ചെയ്യുന്നുണ്ട്. നസീറിന്റെ ടോർച്ചർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വോളിയം 2 എന്ന പോലെ ഹൈദറും അടുത്ത ഡോക്യുമെന്റ് അന്വേഷിച്ച് കൃത്യമായി യസാറിനെ തന്നെ വിളിച്ചു. എനിക്ക് വരാനിരിക്കുന്ന ഷിപ്മെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പൊന്നു മുതലാളി, ഈ ഷിപ്മെന്റ്സിന്റെ ഷെഡ്യൂൾസ് ഒന്നും ചെയ്യുന്നത് ഞാനല്ല, അതെല്ലാം ആ സാഹിതയാണ്. എല്ലാ റിപ്പോർട്ട്സും അവളുടെ കയ്യിലാണ്. നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ ചോദിച്ച കാര്യം പെട്ടെന്ന് തരാൻ നോക്ക്. പിന്നെ ഒരു കാര്യം കൂടി, ഇതെങ്ങാനും സാഹിത കണ്ടുപിടിച്ചാൽ മർജാന് വേണ്ടിയാണെന്ന് പറഞ്ഞേക്കണം. ഞാനിതിലുണ്ടെന്ന് പറഞ്ഞേക്കരുത്. അല്ല, അപ്പം മർജാൻ മേം പറഞ്ഞോണ്ടല്ലേ ഇത്?
നീ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കണ്ട. തൻ്റെ ഈ ഗതി ശത്രുക്കൾക്ക് പോലും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് ESR നേരെ ഡയറക്റ്റായി സാഹിദയോട് റിപ്പോർട്ട് ചോദിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹൈദർ പറഞ്ഞ പോലെ ഇതെല്ലാം മിർജാന് വേണ്ടിയാണെന്ന് അവൻ പറഞ്ഞു. ആദേശ് സാറിനോട് ചോദിക്കാതെ ഒരു റെക്കോർഡും തരാൻ പറ്റില്ല. ഓ എൻ്റെ പൊന്നെ, ഞാൻ ഒന്നും ചോദിച്ചില്ല, മറന്നേക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ESR അവിടെ നിന്ന് തടിതപ്പി. ഇനി ഈ മരത്തലയൻ എന്തേലും റെക്കോർഡ് ചോദിച്ചു വന്നാൽ ഒന്നും കൊടുത്തേക്കരുത്, നേരെ എന്നോട് വന്ന് പറഞ്ഞേക്കണം, ഓക്കെ? എൻ്റെ കൂടെ വന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവൻ അവളുടെ കയ്യെ കയറി പിടിച്ചു. നീ എന്തോ മറന്നു തോന്നുന്നു. ഇപ്പം നിന്റെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി കാണുമല്ലേ? എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം കൊണ്ടും മിർജാൻ ഇന്ന് നല്ല ദിവസമാണ്. രാവിലെ പോയ കാര്യങ്ങളെല്ലാം വട്ടത്തിൽ ത്രേജി. ഇപ്പതേ സീറ്റ് ബെൽറ്റ് പോലും നല്ല വെടിപ്പിന് പണിതുകൊണ്ടിരിക്കുന്നു. അടുത്ത സീനിൽ ഹൈദർ സാഹിൻ്റെ ഓഫറിനെ പറ്റി നെറിമിനോട് ഡിസ്കസ് ചെയ്യുന്നു. അവരിപ്പോഴും മുറാത്തിൻ്റെ മരണത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എന്തായി, ആ ഫോട്ടോ ട്രിക്ക് വർക്കായോ? അതൊക്കെ എപ്പോഴേ ആയി. മാഡം നന്നായി അഭിനയിച്ചു. പുള്ളിക്കാരി നിന്റെ ലൈഫ് സ്റ്റോറി എൻ്റേതായി ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മാം അത് വിശ്വസിച്ചോ? ഇപ്പോഴത്തേക്കെല്ലാം വിശ്വസിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ അവളെ സൂക്ഷിക്കണം. ഐസൽ മാം കൂടെ നിന്നുകൊണ്ട് എല്ലാം നന്നായി നടന്നു. അവരൊരു നല്ല സ്ത്രീയാണ്. ഞാൻ ഓർഫണേജിൽ നിൽക്കുമ്പോൾ എനിക്കവരമ്മയെ പോലെ ആയിരുന്നു. അമ്മ ഇത് കേൾക്കണ്ട, ഓടിക്കും തന്നെ. ഹൈദർ എന്തു പറയുന്നു? ആ പുള്ളി എപ്പോഴത്തേം പോലെ പൈസ എന്ന് കേട്ടപ്പോൾ മൂക്കും കുത്തി വീണു. ഇതേ സമയം മിർജാൻ ആദേശിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഹൈദർ അതത്ര വിശ്വസിക്കുന്നില്ല. ഹൈദർ ഉടനെ സാഹിൻ്റെ ഡീലിങ്ങിനെ കുറിച്ച് മിർജാനോട് പറയുന്നു. ഇത് കേട്ട് മിർജാൻ തന്നപ്പടി അടുത്ത വള്ളി പിടിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അവൾ ടെൻഷനാവുന്നു. ആദേശ് ഈ സമയം ഏനുളുടെ കബറടത്തിൽ തന്നെയുണ്ട്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അവൻ ഇപ്പോഴും അതിൽ നീറി കഴിയുകയാണ്. പക്ഷെ അവൻ്റെ കയ്യിലിരിക്കുന്ന ബൊക്കെ ഇത്തവണ അവൻ മറ്റു 2 കല്ലറയിലാണ് കൊണ്ടുവയ്ക്കുന്നത്, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ. ഫ്ലാഷ് ബാക്കിൽ ആദേശ് ഏനുള്ളും സന്തോഷമായ അവർ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സ്കൂളിലേക്ക് പോവാണ്. ഈ യാത്ര പറച്ചിലാണ് അവരവരുടെ അച്ഛനെ അമ്മേനെ അവസാനമായി കാണുന്നത്. സ്കൂൾ വിട്ട് നേരെ ഒരുപാട് സന്ധ്യയായിട്ടും അവരെ കൂട്ടാൻ മാത്രം ആരും വന്നില്ല. ഏനുൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മയും അച്ഛനും ആ സ്കൂളിൽ നമ്മളെ വെയിറ്റ് ചെയ്യുമെന്ന്. നിങ്ങളിനി ഇല്ല എന്ന് അവളോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹൈദർ അവൻ്റെ മകനെ അടക്കി കഴിഞ്ഞു. ഇനി അങ്ങനെ ഓരോന്നോരോന്നായി അവന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് തന്ന പ്രോമിസ് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് പറഞ്ഞവൻ ഒരുപാട് കരയാണ്. ബിന്നാസ് ഒന്ന് നിന്നേ. മുറാത്തിൻ്റെ മരണത്തിൻ്റെ ഷോക്കിൽ നിന്ന് നെർമിൻ ഇതുവരെ ഓക്കെ ആയിട്ടില്ല. പക്ഷെ അവൾ ഓക്കെ ആവും എന്ന് കരുതി അവളുടെ വിഷമം കണ്ട് പഴയ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഈ സമയം മിർജാൻ മുറാത്തിൻ്റെ മുറിയിൽ കയറി നോക്കുമ്പോഴത്തേക്കും അസ്ലി എല്ലാം അവിടെ നിന്ന് ക്ലിയർ ചെയ്തിരുന്നു. ഇത് കണ്ട് നിയന്ത്രണം വിട്ട് മിർജാൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. ശബ്ദം കേട്ട് അസ്ലി വന്ന് നോക്കുമ്പോൾ മിർജാൻ എല്ലാം താഴെയിട്ട് പൊട്ടിച്ചിരിക്കുന്ന കണ്ട് അവൾ ദേഷ്യപ്പെടുന്നു. പക്ഷെ പിടിവിട്ട് നിൽക്കുന്ന മിർജാൻ അസ്ലിയെ പിടിച്ച് ഒരൊറ്റ തള്ളു തള്ളി. ഈ സമയം തന്നെയാണ് മുസൈനവും പാർട്ടിയും അങ്ങോട്ട് വരുന്നത്. പുള്ളിക്കാരി ഇതേറ്റു പിടിച്ച ഉറപ്പായിട്ടും രംഗം വഷളാകും. ഇതറിഞ്ഞ് ആദേശ് ഇടയ്ക്ക് കയറി. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ അവളോട്. നീ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇവിടുന്ന് പോ നീ. മുറാത്ത് ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവനിപ്പം മരിച്ചു. ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എങ്ങനെ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞവൾ അവിടുത്തെ സാധനം പിന്നെയും വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ആദേശ് അവളെ തടയുന്നു. മതി, നിർത്ത്, നിന്റെ കൈ മുറിയും. വീട്, എനിക്ക് മടുത്തു ഇങ്ങനെ ജീവിച്ച് എന്ന് പറഞ്ഞവൾ അലറിക്കരയാണ്. ഇത് കണ്ട് ആദേശിനും ഒരു നിമിഷം അവളെ ഓർത്ത് വിഷമം തോന്നുന്നു. നീ ഓക്കെ ആയോ? ഓ സോറി, നിന്നെപ്പറ്റി ഓർത്ത് വേവലാതിപ്പെട്ട് ചോദിച്ചൊന്നും അല്ല കേട്ടോ. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഇനി ഇവിടെ ആവർത്തിക്കരുത് എന്നെനിക്കുണ്ട്. നിന്നെപ്പറ്റി വേവലാതിപ്പെട്ട് ചോദിച്ചോന്ന് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യരുത് എന്നെനിക്കുണ്ട്. കാരണം ഒരുപാട് ഒച്ച എനിക്കിഷ്ടമല്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. നന്നായി, ഈ ഒരു കാര്യത്തിലെങ്കിലും നീ എഗ്രി ചെയ്തല്ലോ. യു നോ വാട്ട്, ഞാൻ ഇടയ്ക്ക് അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെ ഇത്ര വിചിത്രമായി ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു താല്പര്യമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക, എന്നിട്ട് അവളെ സദാസമയം ടോർച്ചർ ചെയ്യുക. ആദ്യം നല്ല കുട്ടിയായിട്ട് ആക്ട് ചെയ്യും, പിന്നെ മാറി എന്ന് കളിയാക്കും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആരാ നീ ശരിക്കും? ഇതിൻ്റെ ഉത്തരം നീ തരണമെന്നില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് കഴിയുന്നവരെ നീ ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അടുത്ത സീനിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ സെഹ്റ കയറി വന്നു.
അവരാദ്യം മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്കൊക്കത്തില്ലായിരുന്നു. പിന്നെ മാലിക് വന്നിരുന്നപ്പോൾ അവൾ തന്നെ വന്നിരുന്നു. എന്നിട്ട് സെഹ്റ ഇപ്രാവശ്യം അവനോട് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒട്ടും മടിക്കാതെ ചീച്ചക്കനെ നോക്കി അവനുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് പെട്ടെന്ന് സെഹ്റയുടെ മുഖം ഇരുണ്ടു. ഈ സമയം മർജാൻ ആദേശ് വളർന്നു എന്ന് പറഞ്ഞ ഓർഫനേജിലെ ഒരു പഴയ സ്റ്റാഫിനെ വിളിച്ച് ആദേശിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പക്ഷേ അവർ ആദേശ് എന്ന പേര് പറയുമ്പോൾ അയാൾ ഓർമ്മയില്ല എന്നാണ് മറുപടി പറയുന്നത്. ഫോട്ടോ കണ്ട തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ എന്നാൽ ശരി, ആ ഫോട്ടോയായി വരാമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് ആദേശം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേ നോക്കിക്കേ, നെറമിൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണമില്ലേ? ഈ സമയം ധൃതി പിടിച്ച് എങ്ങോട്ടാ പോകാൻ ഒരുങ്ങി മർജാൻ അടുക്കളയിൽ കയറി എന്തോ തിരയാണ്. മർജാനും ചീച്ചക്കും പോയ സമയം നോക്കി നെർമിൻ അസ്ലിക്കുള്ള ചായയിൽ വിഷം കലർത്തുകയാണ്. മർജാന്റെ നല്ല കാലം എന്ന് പറയട്ടെ, അവളുടെ സ്വന്തം ബാഗാണ് ഈ കസാര ഇരിക്കുന്നത്. ഇതറിയാതെ നെർമിൻ കൃത്യമായ വിഷക്കുപ്പി അവളുടെ ബാഗ് തന്നെ കൊണ്ടിട്ടു. നിന്റെ കള്ളത്തരം ഞാനൊന്ന് കണ്ടുപിടിക്കോടാ എന്ന് പറഞ്ഞ് അവൾ ചാടത്തുള്ളി ഒരു ടാക്സി കയറിയപ്പോൾ എവിടെ നിന്നോ വന്ന ആദിഷ് അവളെ കയറിയ പോലെ തന്നെ വലിച്ചിറക്കി. എങ്ങോട്ടാ നീ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? എനിക്ക് പറയാൻ സൗകര്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിലോ? നീ വിചാരിച്ചു വെച്ചേക്കുന്ന പോലെ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. ഇത് പറയാതെ നീ എങ്ങോട്ടും പോവില്ല. ഇവരിങ്ങനെ തർക്കിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് മാൻഷന്റെ അകത്തുനിന്ന് അസ്ലിയുടെ പേര് വിളിച്ച് മുസയാനത്തിന്റെ അലർച്ച കേട്ടത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ആദേശിനെയും മർജാനെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആർജി എന്ന കുട്ടി.